ഉണക്ക ചെമ്മീനും മാങ്ങായും ചേർത്ത ഒരു ചാറ് കറി. ഇത് വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ്. ഇതിൽ ചെമ്മീനും മാങ്ങായും കൂടാതെ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നതെന്നും എങ്ങനെയാണ് ഈ കറി വെക്കുന്നതെന്നും നമുക്കൊന്ന് കാണാം. ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 50 ഗ്രാം ഉണക്ക ചെമ്മീനാണ്. ഇത് വാലും തലയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് 50 ഗ്രാം എടുത്ത് വൃത്തിയാക്കി വെച്ചേക്കുന്ന ചെമ്മീനാണിത്. 1 കപ്പ് തേങ്ങ ചിരണ്ടിയത്, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, 1 മാങ്ങ. ഇത് അല്പം പുളി കുറവുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ 2 കഷ്ണം കുടംപുളിയും കൂടെ ചേർക്കുന്നുണ്ട്. മാങ്ങയ്ക്ക് നല്ലവണ്ണം പുളിയുള്ളതാണെങ്കിൽ കുടംപുളി ചേർക്കണമെന്നില്ല. 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, 1/2 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, 1 ചെറിയ സവാളയുടെ പകുതി കനം കുറച്ച് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, 4-5 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായി അരിഞ്ഞ് കടുക് വറുക്കാനുള്ളതാണ്. കറിവേപ്പില, വെളിച്ചെണ്ണ, വെള്ളം. Cook with Sophie, sharing 40 years experience. ഞാൻ ഈ ചെമ്മീൻ എങ്ങനെയാണ് വൃത്തിയാക്കി അതൊന്ന് കാണിക്കാം. ഇതിൻ്റെ തല ഇതുപോലെ കിള്ളിക്കളയണം. അതുപോലെ ഇതിൻ്റെ ഇവിടെ ഒരു നാരുണ്ട്, മീശ പോലത്തെ, അതും കളയണം. ഈ വാലും എടുത്ത് കളയണം. ഇതിൻ്റെ നമ്മൾ പച്ചച്ചെമ്മീൻ പൊളിക്കുന്ന പോലെ ഇവിടെ പൊളിക്കണ്ട. ഇതാണ് ഇതിൻ്റെ ദശയെന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്താണ്. ഇതുപോലെ കിള്ളിയെടുത്ത് അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നതാണിത്. അതിൽ നമുക്ക് ഈ ചെമ്മീനൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ഒരു നന്നായിട്ട് ചൂടായ പാത്രത്തിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഒരു മീഡിയം ഫ്ലെയിമിൽ താഴെ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒത്തിരി വറുത്ത് പോകണ്ട. ഇതിൻ്റെ കളറൊന്ന് മാറി വരും ചൂടായി വരുമ്പോൾ. അതാണ് ഇതിൻ്റെ പാകം. അപ്പം ഞാൻ ആദ്യം തലയും പാലും ഇത് കളഞ്ഞ് വെച്ചതാണ്. അതല്ല, ഇത് ചൂടാക്കിയിട്ടാണെങ്കിലും കളഞ്ഞാൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകി എടുക്കേണ്ടതാണ്. ഇത് പണ്ടൊക്കെ ഇതിങ്ങനെ വറുത്തിട്ട് മുറത്തിലിട്ടിട്ട് ചിരട്ട തവി കൊണ്ട് ഇങ്ങനെ ഉടച്ചാണ് അതിങ്ങനെ കളഞ്ഞുകൊണ്ടിരുന്നത്. ഇതുപോലെ കൈകൊണ്ട് നമ്മൾ കിള്ളിയെടുക്കുകയല്ല. അന്നേരം അതിൻ്റെ പരിപ്പെന്ന് പറയും, അത് മാത്രം നമ്മൾ എടുക്കും. ബാക്കി തലയും പാലും എല്ലാം ആക്കൂടെ ഇങ്ങോട്ട് പോക്കുള്ളൂ. ഇത് അതിന് പകരം നമ്മളിപ്പോൾ ഇത് കൈകൊണ്ട് തന്നെ വൃത്തിയാക്കി എടുക്കുവാണ് ഓരോന്നും എടുത്ത്. ഞാനിപ്പോൾ ആദ്യമേ വൃത്തിയാക്കി വെച്ച് ഇതിപ്പം പാകത്തിനായിട്ടുണ്ട്. ഇതിൻ്റെ കളറ് മാറി വന്നിട്ടുണ്ട്. നമ്മളിട്ടതിനേക്കാൾ ഒരു ചുവപ്പ് കളറ് ഇപ്പം ചൂടായപ്പം ചെമ്മീൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം. ഇപ്പം ചൂടാക്കിയ ചെമ്മീൻ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിങ്ങനെ വറുക്കുമ്പോൾ ഇതിനകത്തുനിന്ന് ഇതുപോലെ പൊടി വരും. അതൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് കഴുകിയെടുക്കുന്നത്. ഒരു 3-4 പ്രാവശ്യം എങ്കിലും വെള്ളത്തിൽ കഴുകിയെടുക്കണം. കഴുകി വാരിയെടുത്താൽ മതി, കുതിരാനൊന്നും വെച്ചേക്കണ്ട. കഴിവതും ഈ പൊടിയൊക്കെ ഒന്ന് മാറ്റിക്കളയാമെങ്കിൽ ഇതുപോലെ പൊടി കാണും, അതൊക്കെ മാറ്റിക്കളയണം. ഇത് മീൻ കറി ആയതുകൊണ്ട് ഞാനിതൊരു മൺചട്ടിയിലാണ് വെക്കുന്നത്. നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. തീ ഒരല്പം കൂട്ടി കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ആദ്യമേ വെളുത്തുള്ളി അരിഞ്ഞിട്ട് ചേർക്കാം. ഇതിലേക്ക് ഇഞ്ചി ചേർക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിനകത്ത് ഒഴിക്കാനുള്ള വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഞാനൊരു ചെറിയ സവാളയുടെ പകുതി എടുത്തിട്ടുള്ളൂ. അത് തീരെ കനം കുറച്ച് അരിഞ്ഞു വെച്ച് നന്നാണ്. കുറച്ച് കറിവേപ്പില ചേർക്കാം. പച്ചമുളക് ചേർക്കാം. സവാളയൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. എന്ന് പറഞ്ഞാൽ ഒത്തിരി കളറാകണ്ട. ഇതിൻ്റെ പച്ചപ്പൊന്ന് മാറിക്കിട്ടണം. കുറച്ചൊന്ന് മൂത്തെങ്കിലേ ഇതിൻ്റെ മതിരിപ്പൊന്ന് മാറിക്കിട്ടുള്ളൂ. ഈ ചെമ്മീൻ കറിക്കൊന്നും മതിരിപ്പ് വേണ്ട. അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് ട്രാൻസ്പെറൻ്റായി കളറൊന്ന് മാറാൻ തുടങ്ങണം. നമുക്കിതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ചെമ്മീൻ ഉപ്പില്ലാത്തതാണ്. അപ്പം അതിന് പിന്നെ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ സവാളയ്ക്കുള്ള ഉപ്പിട്ടാൽ മതി.
സാധാരണ ഉപ്പുമീൻ ഉപ്പുണ്ടെങ്കിലും ചെമ്മീൻ ഉപ്പില്ലാതെയാണ് ഉണങ്ങിയെടുക്കുന്നത്. സവാള ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇതിൻ്റെ അകത്തൊന്ന് മൂത്ത് കിട്ടണം. മഞ്ഞൾപ്പൊടി മൂത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത് ഒത്തിരി മൂത്ത് പോകണ്ട മുളക്. അതിലേക്ക് പുളിവെള്ളം ചേർക്കാം. അതിലേക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഗ്രേവി തിളയ്ക്കാൻ തുടങ്ങി. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ചിട്ടൊന്ന് മൂടി വെക്കാം. ആ സമയത്ത് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. നമുക്കിതിനുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടാം. ഞാൻ തേങ്ങയുടെ കൂടെ വേറെ ഒന്നും ചേർക്കാറില്ല. ജീരകം ചേർക്കുന്നവരുണ്ട്, വേണമെങ്കിൽ ചേർക്കാം. എനിക്ക് ഈ കറിക്ക് ജീരകം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ജീരകം ചേർക്കുന്നില്ല. ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. തേങ്ങ നല്ല പേസ്റ്റായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതൊന്ന് നോക്കാം. ഇതിൻ്റെ ഉപ്പ് ആദ്യം ഒന്ന് നോക്കണം. ഉപ്പ് കുറവാണ്. ചെമ്മീൻ ചേർത്ത് കഴിഞ്ഞ് നമ്മൾ ഉപ്പിട്ടില്ലല്ലോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചെമ്മീൻ അല്പം കൂടെ വേവുണ്ട്. വീണ്ടും നമുക്കൊന്ന് മൂടി വെക്കാം. ഇപ്പം ചെമ്മീൻ ഇട്ട് കഴിഞ്ഞ് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കാം. മാങ്ങ ഒന്ന് പെട്ടെന്ന് തിളയ്ക്കാനായിട്ട് തീ ഒന്ന് കൂട്ടി കൊടുക്കാം. നമുക്ക് മൂടി വെക്കാം. ഇനി നമുക്കിതൊന്ന് നോക്കാം. മാങ്ങ വെന്തോന്ന് നോക്കാം. മാങ്ങ ഇട്ടിട്ട് ഏകദേശം ഒരു 7-8 മിനിറ്റായി. മാങ്ങ വെന്തിട്ടുണ്ട്. മാങ്ങ വെന്ത് ഉടഞ്ഞു പോകണ്ട. നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒന്ന് തിളയ്ക്കണം. ഒന്ന് തീ അല്പം കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇത് തേങ്ങ അരച്ചൊഴിച്ച് കഴിഞ്ഞ് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ചിടാം. ഇതിൻ്റെ ഉപ്പും പുളിയും ഇപ്പം നോക്കണം. ഒരല്പം നേരം ഒന്ന് തിളക്കണം. ഇതിലേക്ക് ഒരല്പം പച്ചക്കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് അല്പം നേരം തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കടുക് താളിക്കാം. കടുക് താളിക്കാനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവായും കൂടെ വേണം. അതിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി.
ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് ഉലുവായും പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കാം, ചുവന്നുള്ളിയും ചേർക്കാം. ഇപ്പം കറിവേപ്പിലയും ചേർക്കാം. ഉള്ളി ഒന്ന് ചുമക്കുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളി ചുമന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. അത് ഈ ചൂടിലൊന്ന് മൂത്താൽ മതി. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് താളിച്ചത് കറിയിലേക്ക് ചേർക്കാം. അല്പനേരം നമുക്കിതൊന്ന് മൂടിക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉണക്കച്ചെമ്മീൻ പച്ചമാങ്ങാക്കറി റെഡിയായി. ഇനി നമുക്ക് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് ഊണിന് പറ്റിയ ഒരു കറിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.